അങ്ങനെ ഇതുവരെ മോശമായിട്ട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ ഈ 10 വർഷം കൊണ്ട് വളരെയധികം വിജയിച്ച് ഇപ്പൊ ദിവസം പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത. ഷൈൻ ടോം ചാക്കോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണം വന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പിന്നെ കൂടുണ്ടായ മറിയയ്ക്കും ജോജോയ്ക്കും ചെറിയ പരിക്കും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ബാക്കിൽ കിടക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. ഈ അടുത്ത സമയത്ത്, അതായത് ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ചാക്കോ, അതായത് CP ചാക്കോൻ്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. തെലുങ്ക് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാലയ്യ എന്ന് പറയുന്നൊരു നടൻ്റെ. ആ പടത്തിനകത്ത് ഈ ബാലയ്ക്ക് മലയാളം അറിയത്തില്ല, ഈ ചാക്കോയ്ക്ക് ഈ തെലുങ്ക് അറിയത്തില്ല. എന്നിട്ട് 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ അടുത്ത സമയത്ത് അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഭയങ്കര വൈറലാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഒരു ന്യൂസ് കാണാനിടയായത്. അതിൻ്റെ അമ്മ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, അന്ന് അമ്മയില്ലായിരുന്നു. ഈ പറയുന്ന മറിയയും ജോജോ ചാക്കോയും CP ചാക്കോ ഇവരൊക്കെ ആയിരുന്നു കൂടെ ഉള്ളത്. ഇദ്ദേഹത്തിന് ഇച്ചിരി അഡിക്ഷൻ കൂടുതലായിരുന്നു. അതിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന സംഭവങ്ങളും കാര്യം ഉണ്ടായത്. എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യ തുറന്ന് സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്ത് എത്തുകയും കൂടെ ചെയ്യും. നമുക്ക് അതിലും വീഡിയോയിലോട്ട് പോകാം. ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് എന്തൊക്കെ വിവരങ്ങളാണ് പുതുതായി ലഭിച്ചത്? ബിഞ്ചു, ഇന്നലെ രാത്രി 10 മണിയോടെ കൊച്ചിയിൽ നിന്നാണ് ഷൈനും അതോടൊപ്പം തന്നെ കുടുംബവും ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ബംഗളൂരുവിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗളൂരുവിൽ ഷൈന്റെ ചികിത്സ തുടരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ യാത്ര. നേരത്തെ തൊടുപുഴയിലെ ചികിത്സ ഷൈൻ പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ചികിത്സ ഷൈനെ വേണ്ടതുണ്ട് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഷൈനെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കുടുംബം ഈ കാറിൽ യാത്ര തിരിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ളത്. 6 മണിയോടുകൂടി സേലത്തിനടുത്ത്, സേലം എത്തുന്നതിന് ഏതാണ്ട് 20 കിലോമീറ്റർ അടുത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സേലത്തിനടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു ലോറി ട്രാക്ക് മാറി വന്ന് ഈ കാർ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. വാഹനത്തിനുള്ളിൽ മുൻവശം ഷൈന്റെ അസിസ്റ്റന്റ് പാച്ചുവാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. തൊട്ടടുത്ത് ഷൈന്റെ സഹോദരൻ ഉണ്ടായിരുന്നു. നടുവിലുള്ള സീറ്റിലായിരുന്നു ഷൈന്റെ അച്ഛനും അമ്മയും സഞ്ചരിച്ചിരുന്നത്. ഏറ്റവും പുറകിലെ സീറ്റിലായിരുന്നു ഷൈൻ കിടന്ന് ഉറങ്ങിയിരുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി, അവിടേക്കാണ് ആദ്യം ഇവരെ എത്തിക്കുന്നത്. ആശുപത്രിയിൽ വെച്ചാണ് അച്ഛൻ മരണപ്പെടുന്നത്. അതിനുശേഷമാണ് ഷൈനും ബാക്കി കുടുംബാംഗങ്ങളെയും ഇപ്പോൾ ധർമ്മപുരി ആശുപത്രിയിലേക്കാണ്, ധർമ്മപുരി മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും ഷൈനിന്റെ കൈക്ക് ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്നുള്ളതും ലഭ്യമായ വിവരം. അതായത് ഷൈന്റെ വലത് കൈയാണ് ഒടിഞ്ഞിട്ടുള്ളത്. വലത് കൈക്ക് ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഉടനടി ശസ്ത്രക്രിയ ഉണ്ടാകും എന്നുള്ളതും ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്കിപ്പോൾ വിവരം ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയ്ക്കും സഹോദരനും ഈ ഷൈന്റെ അസിസ്റ്റന്റായിട്ടുള്ള പാച്ചിന് നേരിയ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഷൈന് സത്യം പറഞ്ഞ ഒരുപാട് ശത്രുക്കളുണ്ട് ഈ സിനിമ ഫീൽഡിൽ തന്നെ ആണെങ്കിൽ പോലും. പിന്നെ പുള്ളിയുടെ സംസാര രീതികളും കാര്യങ്ങളൊന്നും എന്താ പറയണ്ടേ, ആൾക്കാർക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എന്തുണ്ടെങ്കിലും മൂത്തടിച്ച് സംസാരിക്കുന്ന പോലെ. പിന്നെ പുള്ളിക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടുന്നു? ഈ വലിക്കുന്നതും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യം, ഈ MTM പോലുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്ക് എവിടെ കിട്ടുന്നു? ഇനി പുള്ളിയെ വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ വല്ല കൊമ്പന്മാരെ വല്ലതും കിട്ടുമോ? അങ്ങനെ വല്ലതും പേടിച്ചിട്ട് വല്ല ഇനി ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. അത് ശരിക്കും ഒന്ന് അന്വേഷിക്കണ ഒരു കാര്യം. പിന്നെ തമിഴ്നാട് ആ ഒരു ഭാഗമാകുമ്പോൾ അവിടുത്തെ പോലീസുകാരേ ഉള്ളൂ, അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തൊന്നുമില്ലല്ലോ. എന്തായാലും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ നടനെ ഒരു വലിയൊരു നടനാണ്, അത്യാവശ്യം ഇപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഷൈൻ ഇല്ലാത്തൊരു പടമില്ല സത്യം പറഞ്ഞാൽ. മലയാളത്തിനേക്കാളും കൂടുതൽ അവിടെയാണ് ഇദ്ദേഹം പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം ഒതുക്കാനാണെങ്കിലോ ഇദ്ദേഹത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും കള്ളങ്ങൾ വേണമെങ്കിൽ പൊളിയാം, അങ്ങനെ ആവാം. ഓക്കെ, സംശയിക്കേണ്ട ഒരു കാര്യം തന്നെ. പിന്നെ നല്ല സ്പീഡിലായിരുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നാട്ടുകാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വെട്ടിയെടുക്കുക, അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെ പോയത്. ചാക്കോച്ചേട്ടാ അവസാനമായി പറഞ്ഞതും ആ ഒരു സ്നേഹത്തോടൊരു പറഞ്ഞുള്ള വീടിൻ്റെ കാര്യമൊക്കെ നോക്കിയോളൂ. ഞങ്ങൾ ചിലപ്പോൾ ഇനി ഒരു മാസം 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. മഴക്കാലം തുടങ്ങുകയാണ്, വല്ല പ്രശ്നമാണെങ്കിൽ ടൈമായിട്ടും ഡീൽ ചെയ്തോന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടോ പോയത് ആള്. കൊണ്ടൊരു പള്ളിയൊക്കെ ആയിട്ട് വളരെ സഹകരിക്കുന്ന ഒരാളാണ്. പള്ളിയായിട്ട് വളരെ സഹകരിക്കുന്നു. ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് ഷൈൻ അവിടെ പ്രസംഗിച്ചല്ലോ. ഞങ്ങളുടെ പള്ളിയുടെ സമ്മേളനത്തിൽ, ജൂബിലി സമ്മേളനത്തിൽ ഷൈൻ ടോമിനെ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്തിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷൈൻ ടോം ഒരു 10 മിനിറ്റ് സ്റ്റേജിൽ പ്രസംഗിച്ച് ആൾക്കാരുടെ കയ്യടിയൊക്കെ നേടിയിട്ടാണ് പോയത്. ഞങ്ങൾ അന്ന് വിവാദങ്ങളുണ്ടായ സമയത്ത് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞു ചാക്കോ ചേട്ടൻ എല്ലാ ദിവസവും പള്ളിയിൽ ഭാര്യ സമേതം പോകും. എല്ലാ ദിവസം പോകും, കാലത്ത് കാർ എടുത്തിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ. 6 മണിക്ക് ഇവിടുന്ന് കാർ എടുത്ത് പോകും. ഇവിടെ ഉള്ളവരൊക്കെ പോകും. ഇപ്പോൾ എല്ലാം കൊണ്ടും ചാക്കോ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അയൽവാസി കൂടിയായ സൈമൺ ഓർത്തെടുക്കുന്നത്. നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഷൈൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം ഈ ഒരു മരണ വാർത്ത അറിഞ്ഞുകൂടി അവർ വലിയൊരു ഞെട്ടലിലാണ്. തൃശ്ശൂർ മുണ്ടൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മളിപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് പോയിട്ട്, അല്ലേ, നമ്മളോടിപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് പോയിട്ട് ആ വ്യക്തി പിന്നീട് വരില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമുക്ക് ചാക്കോ, അതായത് ഷൈൻ്റെ അച്ഛൻ്റെ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
സാധ്യതയില്ല, അവൻ ചെയ്യില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലേക്ക് എത്തിയിരുന്നു ആ സമയത്ത്. സപ്പോർട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ആരും അങ്ങനെ സപ്പോർട്ടില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടില്ല. പുറത്ത് നമ്മൾ അറിയാത്തതുകൊണ്ട് എതിർത്ത് സംസാരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളോട് ആരും അങ്ങനെ ഇതുവരെ മോശമായിട്ട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ കാണുന്ന അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോ ഈ 10 വർഷം കൊണ്ട് വളരെയധികം വിജയിച്ച് ഇപ്പൊ ദിവസം പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത തിരക്കാണ് ഇപ്പോൾ അവനുള്ളത്. അത് എല്ലാവർക്കും അവൻ ജനങ്ങൾക്കും എല്ലാവർക്കും അതിനെ പറ്റി ഇൻഡസ്ട്രിയിലും അടക്കം അതിനെ പറ്റിയിട്ട് അറിയുന്നതിന്റെ പേരിലാണ് അവന് പടം കിട്ടുന്നതും അവന്റെ പടം കാണാൻ ജനങ്ങൾ പോകുന്നതും. തീർച്ചയായിട്ടും ഇനിയിപ്പോ അവനും ഞാനൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി പോലും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പടം അടുത്ത ഏപ്രിൽ മാസത്തിൽ റിലീസ് ആകുമ്പോഴാണ് ഏഞ്ചൽ നമ്പർ 16 എന്ന് പറഞ്ഞൊരു പടം. അതിൽ ഷൈനും ഉണ്ട്. ഷൈന്റെ ബ്രദർ ജോൺ ജോക്കോ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുള്ള പടം അടുത്ത മാസം. ശരിക്കും അഭിനയത്തിനെ ബാധിച്ചിരുന്നു ഈ ഒരു അന്ന് വിശ്വാസമതയിലെല്ലാം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന ടൈമിലാണ് അറസ്റ്റ് ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട് പോയതിനു ശേഷം ഷൈൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു, എന്നെ വെച്ച് പ്ലാൻ ചെയ്ത പല പ്രൊജക്ടുകളും അവര് വേണ്ടെന്ന് വെക്കുന്ന രീതിയിലേക്കൊക്കെ സംസ്ഥാനങ്ങളും. അതന്ന് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവര് ഷൂട്ട് തുടങ്ങാൻ നേരത്തെ ഒരു പടം വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ ശേഷം അവന് പടം അഭിനയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. അത് പടം കിട്ടാത്ത ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷൈനൊക്കെ പടം ഇങ്ങോട്ട് പോരും, കാരണം അദ്ദേഹത്തിൻ്റെ രീതി സംസാരവും. അത് ഷൈന് എൻ്റെ മറ്റേ പടം ഉണ്ടല്ലോ, മമ്മൂക്കാൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഒരു വില്ലനാണ് ഭീഷ്മവർമ്മ, അതിനകത്ത് എന്തുവാ പുള്ളിക്കാരൻ. ഷൈനൊക്കെ ചില റോളൊക്കെ വേറെ ലെവലായിരിക്കും. നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ കുഴഞ്ഞ രീതിയിലെ സംസാരവും കാര്യങ്ങളൊക്കെ അതങ്ങ് പുള്ളി അങ്ങ് ഇതായി. ചില സിനിമയുടെ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ ഇൻ്റർവ്യൂ കൊണ്ടുവരുന്നു, അത് തന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകാൻ തുടങ്ങി. അത് ആ പുള്ളിയുടെ ഒരു വില തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷൈൻ നല്ലൊരാൾ തന്നെയാണ്, ഇടയ്ക്കൊന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ പുള്ളി അങ്ങ് ഈ മലയാളത്തിൽ കുറച്ച് ഇത് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന തെലുങ്കിലൊക്കെ വേറെ ലെവലായിട്ട്, അത് ബിഗ് ബഡ്ജറ്റ് പടങ്ങളിലെല്ലാം മെയിൻ ആയിട്ട് ഈ പറയുന്ന ഷൈൻ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. എന്തായാലും ലൈഫിൽ തിരിച്ചു വരട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിരിച്ചു വരട്ടെ. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇച്ചിരി മോശം അവസ്ഥ തന്നെ, കൈ ഒക്കെ നല്ല പരിക്കുണ്ട്, ഒരു സർജറിയും കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. എന്തായാലും ലൈഫിൽ തിരിച്ചു വരട്ടെ, ഒരു നല്ലൊരു നടനും കൂടാണ്. ഇനിയൊരു കംബാക്ക് അതൊരു നല്ലൊരു തുടക്കത്തിനായിരിക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ വല്ല അപ്ഡേറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഇനി ആരെങ്കിലും ചെയ്തതാണോന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണും, എൻ്റെ ഒരു സംസാര രീതിയൊക്കെ, ചില കാര്യങ്ങളൊക്കെ പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയണ്ടേ, നമ്മൾ അച്ഛനെ അമ്മയെ വിശ്വസിക്കാം, കൂടുള്ളവർ നല്ല ചങ്ക് കൂട്ടുകാരൊക്കെ കാണും. ഇപ്പം ഞാനിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നിൽക്കുന്നവർ കൂടെ നിന്നിട്ട് ഉണ്ടാക്കുന്ന ചില അമ്മമാരുണ്ട്. അവരൊക്കെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാനാ. ബൈ, ലവ് യു ഓൾ. ശ്രദ്ധിക്കുക.